എല്ലാവർക്കും നാട്യവേദിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്തിരുന്നത്. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സംശയങ്ങളൊക്കെ തീർത്തുകൊണ്ട് ഉള്ളൊരു വീഡിയോ ആയിരുന്നു അത്. അതുപോലെ തന്നെ റിവേഴ്സ് ആയിരുന്നു, അടവുകളൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്തായിരുന്നു. അപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ മോഹിനിയാട്ടം ക്ലാസ് നിൽക്കുന്നത് 6 അടവിലാണ്. പിന്നെ അതുപോലെ തന്നെ 4 മുദ്രകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കണ്ണുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ക്ലാസ് ആണ്. അതായത് ഐ മൂവ്മെന്റ്. അപ്പൊ നമുക്കറിയാം, യഥോ ഹസ്ത സ്തതോ ദൃഷ്ടി, യഥോ ദൃഷ്ടി സ്തതോ മന, യഥോ മനസ്തതോ ഭാവ, യഥോ ഭാവ സ്തതോ രസം. അപ്പൊ ആദ്യം തന്നെ അതിൽ പറയുന്നത് യഥോ ഹസ്ത സ്തതോ ദൃഷ്ടി. എവിടെയാണ് ഹസ്തം കൈ പോകുന്നത് അവിടെ ദൃഷ്ടി വരണം എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് ആദ്യത്തെ ആ ശ്ലോകത്തിന്റെ 2 വരിയുടെ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് തന്നെ നമുക്ക് ആദ്യം കൈകൾ എത്തുന്നിടത്ത് എല്ലാ അടവ് ചെയ്യുമ്പോഴും നമുക്കറിയാം, ഇപ്പൊ മോഹിനിയാട്ടം എന്നല്ല, ഏത് നൃത്തം അഭ്യസിക്കുകയാണെങ്കിലും നമുക്ക് കണ്ണിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പൊ കണ്ണുകൾ എങ്ങനെ എളുപ്പത്തിൽ മൂവ് ചെയ്യിപ്പിക്കാം, കൈ പോകുന്നവർക്ക് എങ്ങനെ അത് ചലിപ്പിക്കാം എന്നൊക്കെ ഈസി ആയിട്ട് പറഞ്ഞു തന്നുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് എന്നുള്ളത്. അപ്പോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് കണ്ണുകളുടെ ചലനത്തെ കുറിച്ചൊന്ന് പഠിക്കാം. വളരെ ഈസി ആയിട്ട് ആദ്യം പഠിക്കുന്നവർക്ക് ഇതെങ്ങനെ കണ്ണുകൾ ചലിപ്പിക്കുക എന്നുള്ള ടെൻഷനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമുക്കിത് എങ്ങനെ ഈസിയിൽ പഠിക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം വളരെ കുറച്ചത് ശരിക്കും പറഞ്ഞാൽ ദൃഷ്ടിഭേദം എന്ന് പറഞ്ഞിട്ട് ഒരു എക്സസൈസ് തന്നെ പഠിക്കാനുണ്ട്. കണ്ണുകൾക്ക് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു എക്സസൈസ്, ദൃഷ്ടിഭേദം എന്നാണ് അതിന് പറയുക. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ആദ്യം സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ കണ്ണുകൾ ചലിപ്പിക്കാൻ പഠിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നിവർന്നിരിക്കുക. കണ്ണുകൾ ചലിപ്പിക്കാൻ തുടങ്ങി സമദൃഷ്ടിയിലേക്ക് കൊണ്ടുവരിക. അതായത് കണ്ണിനെ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് കണ്ണുകളെ സമദൃഷ്ടിയിലേക്ക് വരുമ്പോ ഇതുപോലെ നല്ലോണം വിടർത്തി പിടിക്കുക. ഇനിയിപ്പോ അഥവാ വിടർത്തി പിടിക്കാൻ പറ്റാത്തവർക്ക് കണ്ണുകൾ ഇങ്ങനെ ഇതേപോലെ, ചിലർക്ക് വളരെ ചെറിയ കണ്ണുകളാവും. അപ്പൊ അത് നന്നായിട്ട്, എന്റെയൊക്കെ കണ്ണ് ഞാൻ പറയാ 8ാം ക്ലാസ്സിലൊക്കെ ഞാൻ ചേർന്ന സമയത്ത്, കലാമണ്ഡലത്തിൽ ചേർന്ന സമയത്ത് അത്ര പവറൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേപോലെ ഞങ്ങൾ 4 മണിക്കൊക്കെ എണീറ്റിട്ടാണ് കണ്ണ് സാധകം ചെയ്യുക. കാരണം ഉറക്കത്തുനിന്ന് എണീറ്റിട്ട് ചെയ്യുമ്പോഴാണ് കണ്ണുകള് ഇങ്ങനെ ഉറങ്ങി കിടക്കുന്ന കണ്ണുകൾ പിന്നീട് തുറന്ന് ചെയ്യുമ്പോഴാണ് അതിന് കുറച്ചും കൂടി എഫക്റ്റ് കിട്ടുക. അപ്പോ അന്നത്തെ സമയത്തൊക്കെ 3:30, 4:30 ആയിരുന്നു കണ്ണ് സാധകം ഉണ്ടായിരുന്നത്. അപ്പോ നല്ല വ്യത്യാസം വന്നിരുന്നു. കാരണം ആദ്യമൊക്കെ കണ്ണുകൾ ചലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ലത് നിങ്ങൾ എപ്പോഴാണോ ഉണരുന്നത് ഉണരുന്ന സമയത്ത് ഇത് ചെയ്യാൻ നോക്കുക. കുറച്ച് സമയം ഇതൊന്ന് ചെയ്യാൻ നോക്കുക ആദ്യത്തെ കുറച്ച് ദിവസങ്ങളില്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ആ കണ്ണിന്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആദ്യം കണ്ണുകൾ വിടർത്തി പിടിക്കുക. വിടർത്തി പിടിക്കാൻ പറ്റാത്തവര് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഇതേപോലെ കണ്ണുകൾ വിടർത്തി പിടിപ്പിക്കുക. കണ്ണുകൾ തുറന്ന് തന്നെ വെക്കുക. അപ്പോ അതിന് സമദൃഷ്ടി എന്നാണ് പറയുക. സമദൃഷ്ടിയിൽ നമ്മൾ വന്നുകൊണ്ടാണ് കണ്ണിന്റെ എക്സസൈസുകൾ ആരംഭിക്കുന്നത്. അപ്പൊ അതേപോലെ ഒരു ദിശയിലേക്ക് നോക്കി നിൽക്കുക. അത് കഴിഞ്ഞ് പതുക്കെ കണ്ണുകള് കൃഷ്ണമണി മാത്രം, ഈ തലയൊന്നും ചലിക്കരുത്, കണ്ണുകൾ മാത്രം ചലിക്കുക. കൃഷ്ണമണി ആദ്യം നേരെ സമദൃഷ്ടിയിലേക്ക് വന്നിട്ട് പതുക്കെ സൈഡിലേക്ക് നോക്കുക. ഞാൻ തക്കതിമി പറഞ്ഞുകൊണ്ട് തന്നെ ഇത് ചെയ്യാം. അപ്പോ ത ക ധി മി, ത ക ധി മി, ത ക ധി മി, ത ക ധി മി, ത ക ധീമി, തക്ക ധീമി. രണ്ടാം കാലാണ് ചെയ്യണത്. തക്ക ധീമി,
തക്ക ധീമി 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 തക്ക ധീമി. അപ്പോ ആദ്യം ഇതിന്റെ ഫസ്റ്റ് സ്പീഡ് മാത്രം, ഫസ്റ്റ് സ്പീഡ് രണ്ട് ഭാഗത്തേക്ക് കണ്ണുകൾ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ആദ്യം പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമ്മള് കണ്ണുകൾ പോകുമ്പോ കണ്ണുകൾ തുറന്നു വെച്ച് ചെയ്യണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. നല്ലോണം കണ്ണ് വിടർത്തി പിടിക്കണം. വിടർത്തി പിടിച്ചതിന് ശേഷം തല ഒന്നും ചലിപ്പിക്കാതെ ഒരു സൈഡിലേക്ക് മാത്രം നിങ്ങൾ ദൃഷ്ടി ഉറപ്പിച്ച് പിടിക്കുക. അവിടെ ആദ്യമായിട്ട് പഠിക്കുന്നവരെ കുറച്ചു നേരം ദൃഷ്ടി അവിടെ തന്നെ നോക്കി നിൽക്കുക. കണ്ണുകള് ചിലർക്ക് ആദ്യം അടയ്ക്കുമ്പോൾ അതുപോലെ കണ്ണിന് വേദന തോന്നും. അതൊക്കെ നമുക്ക് വെറും പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രശ്നങ്ങളാണ്. തലവേദനയ്ക്കുണ്ടെന്ന് തോന്നും, കണ്ണുകളിൽ നിന്ന് വെള്ളം വരും. അപ്പോ അതൊന്നും പ്രശ്നമാക്കണ്ട. കുറച്ചു നേരം നമുക്കറിയാലോ, ഒരു സാധനത്തിലേക്ക് തന്നെ നമ്മൾ കുറച്ചു നേരം നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണിന് നമ്മൾ സ്ട്രെയിൻ കൊടുക്കുകയാണ്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പഠിക്ക് കുറെ നേരം ബുക്ക് നോക്കുമ്പോൾ വെള്ളം വരിക അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ആദ്യം ചെയ്യുമ്പോൾ തോന്നും, ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോ ഒരു ഭാഗത്തേക്ക് തന്നെ ആദ്യം കുറച്ചു നേരം അവിടെ മാത്രം ഈമ വെട്ടാതെ കുറച്ചു നേരം അവിടേക്ക് തന്നെ നോക്കി നിൽക്കുക. എന്നിട്ട് ഈമ വെട്ടാതെ തന്നെ മറ്റേ സൈഡിലേക്കും കണ്ണുകൾ ചലിപ്പിക്കുക. മാക്സിമം കണ്ണ് തുറന്ന് പിടിക്കുക. ഇത് ഈ രണ്ട് സൈഡ് നോക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്ക്, ഇത് മുകളിലേക്ക് താഴത്തേക്ക് ഇങ്ങനെ പോവാം, ഓപ്പോസിറ്റ്, ഇതൊക്കെ ചെയ്ത് പഠിക്കാം. മുകളിലേക്കും താഴത്തേക്കും, സൈഡിലേക്ക്, കോണിലേക്ക്, കോണില് താഴത്തേക്ക്, അതുപോലെ മറ്റു സൈഡിലേക്ക്. ഈ മൂവ്മെന്റുകൾ മാത്രം ആദ്യം പ്രാക്ടീസ് ചെയ്യാം. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇത് കുറച്ചധികം നേരം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഞാൻ പറയുകയാണെങ്കിൽ കാലത്ത് എണീറ്റ വഴിക്ക് കണ്ണുകൾ നമ്മൾ സ്ട്രെയിൻ കൊടുക്കുന്നതിനേക്കാൾ മുന്നേ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല ഫലം കിട്ടും. നന്നായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഡാൻസ് എന്നല്ല, ഇപ്പൊ കണ്ണിന് വേദന ഉള്ളവര്, അതുപോലെ തന്നെ എന്താ പറയാ, കണ്ണിന് എന്തെങ്കിലും പവർ കുറഞ്ഞ് തോന്നുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഈ എക്സസൈസ് നല്ലതാണ്, ഞരമ്പുകൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് ഡാൻസിന് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് നമുക്ക് നോർമലി ചെയ്യുന്നതുകൊണ്ട് കണ്ണിന് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊന്ന് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമ്മളിന്ന് ഐ മൂവ്മെന്റ് ആണ്, ആദ്യത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐ മൂവ്മെന്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്, പഠിച്ചത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആ മൂവ്മെന്റ് വെച്ചുകൊണ്ട് ഇപ്പൊ ഫസ്റ്റ് ഏതേ സൈഡിലേക്ക് കണ്ണെടുക്കാൻ, ഒരു സൈഡിലേക്ക് കണ്ണെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആദ്യം പഠിപ്പിച്ചിരുന്നു. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ അടവ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മള് ധീ എന്ന് പറയുമ്പോ കണ്ണ് സൈഡിലേക്ക് എടുക്കുന്നുണ്ടല്ലോ, അത് അവിടെ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞു, ഈ ഐ മൂവ്മെന്റ് തീർച്ചയായിട്ടും നമ്മൾ അടവുകൾ എല്ലാം പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വരുമ്പോഴേക്കും
ഐ മൂവ്മെന്റും കൂടെ ഒപ്പം പോയി കഴിഞ്ഞാൽ അടവുകൾക്ക് നല്ല പെർഫെക്ഷൻ ഉണ്ടാവും, കാണാൻ നല്ല രസമുണ്ടാവും. നമുക്കറിയാം നൃത്തം ചെയ്യുമ്പോൾ കണ്ണിന്റെ പ്രാധാന്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ണ് പവർഫുൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അടവുകളൊന്നും കാണാൻ, നമ്മൾ ചെയ്യുന്ന ഐറ്റം ഒന്നും കാണാൻ വലിയ രസം ഉണ്ടാവില്ല, ഭംഗി ഉണ്ടാവില്ല. അപ്പൊ കണ്ണുകൾക്ക് വളരെ പ്രാധാന്യം തന്നെ ഉണ്ട് നൃത്തകലകളില്. അപ്പോ അടുത്ത വീഡിയോയിൽ ഒന്നും കൂടെ അതിന്റെ രണ്ടാമത്തെ സെക്ഷൻ, ദൃഷ്ടിഭേദത്തിന്റെ രണ്ടാമത്തെ എങ്ങനെയാണ് ഐ മൂവ്മെന്റ് കുറച്ചും കൂടെ ടഫായിട്ടുള്ളതാണ് പിന്നീട് വരിക. അപ്പൊ അതുകൊണ്ട് ഇത് ആദ്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അടവിന്റെ കൂടെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് നോക്കുക. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചെറിയ മോഹിനിയാട്ടം ക്ലാസ് ഞങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമന്റുകൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി.